എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ സ്വന്തം മാസികകളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പ്ലാന്റ് രണ്ടെണ്ണം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സാഫ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്നുള്ള പരിപാടി, ഇത് നമ്മൾ ചിലർക്കൊരു സംശയമുണ്ട്. നമ്മൾ ഇപ്രാവശ്യത്തെ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ നമ്മളോട് സഹകരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇനി ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യണം, ഇപ്പോൾ പോട്ട് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഡൗട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫ്ലേവർ ഉള്ളത് ആരെങ്കിലും അടുത്തുള്ളവർക്ക് കൊടുത്തു വിടത്തുള്ളൂ, അല്ലെങ്കിൽ ഞാനത് അയക്കില്ല. ഇത് ഇവിടെ തന്നെ പോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ നിന്ന് വേറൊരു പ്ലാന്റ് കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ബഡ് ഉള്ളത്. ഇപ്പം ചിലർക്കൊരു സംശയം വരും, ഫ്ലേവർ ഉള്ളത് കാണിച്ചാൽ ഇത് ബഡ് ഉള്ളത് ഇങ്ങനെ ചെയ്യാവുന്നു, അല്ലെ ബഡ് ഉള്ളത് കാണിച്ചാൽ സംശയം വരും നമുക്ക് ഫ്ലേവർ ഉള്ളത് ഇങ്ങനെ ചെയ്യാവുന്നു. അപ്പം ഇത് ഏത് പ്ലാന്റ് വേണം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുകയല്ല, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. എന്നെ വിശ്വാസമുള്ളവർക്ക്, എൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ രീതി ഫോളോ ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്, താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക. എന്നാലും ഞാൻ അത് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഇതാദ്യം നമ്മൾ ഈ സാഫ് വെള്ളത്തിൽ ഈ പ്ലാന്റ് എടുത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇതിനകത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഫാഗ്നമോസ് ഉണ്ട്, തൊണ്ടിന്റെ പീസ് ഉണ്ട്. ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് ചീത്തയാകും. നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ. അപ്പൊ വെള്ളം പിടിച്ച്, ഫലനോസ് അറിയാലോ, ഏറ്റവും കൂടുതൽ കയറി വേണ്ട ഒരു പ്ലാന്റ് ആണ്. അതിന് വെള്ളം കൂടാനും പറ്റുകയില്ല, കുറയാനും പറ്റുകയില്ല. വെള്ളം ഒരു ശകലം കുറഞ്ഞാലും വലിയ പ്രശ്നമില്ല, ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നാശമായി പോകും. നല്ല വില കൊടുത്ത് നമ്മൾ ഓരോരുത്തരും വാങ്ങിക്കുന്ന പ്ലാന്റ് നമുക്ക് അങ്ങനെ കളയാൻ പറ്റുകയില്ലല്ലോ. ഇങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് സാഫിനകത്ത് മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ സാഫ് വെള്ളം തന്നെ ഇങ്ങനെ ഇതിലെ ഇലയിലും ഇതൊക്കെ മൊത്തം ഒന്ന് കോരി ഒഴിച്ചേക്കുക. ബഡ്ഡയിലൊന്നും വീഴണ്ട. പൂവുണ്ടേൽ അറിയാലോ, പൂവിൽ വെള്ളം വീണാൽ ആ പൂ പെട്ടെന്ന് പോവും, ലാസ്റ്റേ ഇല്ല. മൊത്തം നമ്മൾ ഇവനെ ഇങ്ങനെയൊന്ന് കഴുകിയെടുക്കുക. മൊത്തത്തില് ഫ്ലവറയിലും സ്പൈക്കയിലും ഒന്നും വീഴാതെ ഇലകളൊക്കെ നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഫംഗസിന്റെ അറ്റാക്ക് പോലെ ഉണ്ടെങ്കിൽ നമുക്കിത് എപ്പോൾ പ്ലാന്റിന് ഫംഗസ് വരും നമുക്ക് പറയാൻ പറ്റില്ല, അറിയാമല്ലോ. ഫംഗസ് എന്നുള്ള ഒരു പ്ലാന്റ് ഞാൻ അയക്കുകയില്ല ആർക്കും കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുകയില്ല. ഞാൻ ഇവിടെ നയിക്കുമ്പോൾ നല്ല പ്ലാന്റ് മാത്രമേ ഞാൻ ഇവിടെ നയിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇവിടെ ഇവനെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ വെക്കുക, ഒന്നവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. പോട്ട് മിക്സ് ഒക്കെ റെഡിയാക്കണ്ടേ. ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ കരിയുണ്ട്, തെർമോക്കോൾ ഉണ്ട്, പിന്നെ മെറ്റൽ ചിപ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗാർഡൻ നെറ്റില്ലേ അതുകൊണ്ട്. ഇത്രയാണ് എൻ്റെ പോട്ടിങ് മീഡിയ കേട്ടോ. ഇതൊക്കെ വെച്ചാണ് ഞാൻ ചെയ്യുന്ന പോട്ടിങ്. വെച്ചാൽ കരി ഉള്ളവർ കരി മാത്രം ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ കരിക്ക് 50 രൂപയാണ് കിലോ വില. അപ്പം മുതലാകുകയില്ല സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം അവനെ അങ്ങനെ 10 മിനിറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പം 2 പ്ലാന്റിലെയും അകത്തിരുന്ന ആ പോട്ടിംഗ് മീഡിയ ഫുള്ള് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ പ്ലാന്റ് നിങ്ങളെ കാണിച്ചു തരാം. ദേ ഒരെണ്ണം, അടുത്ത പ്ലാന്റ് ദേ. ഇത് ഫുള്ള് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യാം. ഇച്ചിരിയൊക്കെ അവിടെ ഇരുന്നാൽ കുഴപ്പമില്ല കേട്ടോ. അത് മൊത്തം വലിച്ചു പറിച്ച് നമ്മൾ അതിൻ്റെ വേരൊന്നും നശിപ്പിക്കേണ്ട. കുറച്ചൊക്കെ അവിടെ ഇരുന്നാൽ കുഴപ്പമില്ല. എന്നാലും കഴിയുന്നതും മാക്സിമം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊക്കെ ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് എന്തായാലും കേടായി പോവില്ല. പിന്നെ ചെയ്യേണ്ടത്, നമ്മുടെ ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ ഒന്ന് നോക്കുക കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആദ്യം ഇതിലേക്ക് മെറ്റൽ ചിപ്സ് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഈ പോട്ടിങ് ഇതിലേക്ക്. അതെന്തിനാന്ന് വെച്ചാൽ, വെള്ളം കെട്ടിക്കിടക്കരുത് നമ്മുടെ ഫലനോസസിനും ഒരു ചെടിക്കും. അറിയാമല്ലോ, ഫലനോസസ് നല്ല അതിന് പ്രത്യേകിച്ച്. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ നമ്മൾ ഓടും കഷ്ണമൊക്കെ ഇട്ടാൽ കുഴപ്പമെന്ന് വെച്ചാൽ വെള്ളം കണ്ടമാനം അത് കുടിച്ച് ഇരിക്കും. നമുക്ക് പ്ലാന്റ് ചീത്തയാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. മെറ്റിലാകുമ്പോഴത്തേന് അത്യാവശ്യം തണുപ്പും കിട്ടും. വെള്ളം ഒഴിക്കുമ്പം വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെക്കുകയില്ല. ഉള്ള ഇതൊക്കെ വേസ്റ്റ് അത് ഡ്രെയിനേജിൽ കൂടെ അതങ്ങ് പൊക്കോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. എന്നിട്ട് കുറച്ച് തെർമോക്കോളൂടെ ഇട്ട് കൊടുക്കുക. ഇത്ര ഓക്കെ ആയില്ലേ. അതിനുശേഷം നമ്മളത് നമ്മുടെ ആ നെറ്റ് വെച്ചൊന്ന് ഞാൻ പൊതിഞ്ഞിട്ട് കാണിക്കാം. ഇതുപോലെ നമ്മൾ ഈ നെറ്റ് ഇതിൻ്റെ ചുറ്റും ഒന്ന് പൊതിഞ്ഞ് ഇത് അങ്ങെടുക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ഈ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ചകിരിയും തെർമോക്കോളും ഒക്കെ ഇട്ട് അവനെ അവിടെ
ഉറപ്പിക്കുക. ഇത് രണ്ടും ഞാൻ പോട്ട് ചെയ്തിട്ട് നിങ്ങളെ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റ് ഇവിടെ പോട്ട് ചെയ്ത് കഴിഞ്ഞു ഉണ്ടല്ലോ. ഇനി അടുത്തതുണ്ടല്ലോ ഒരെണ്ണം നമുക്ക് സ്പൈക്ക് ആയിട്ട് നിൽക്കുന്നത്, അവനെയും കൂടെ നമുക്ക് ഒന്ന് പോട്ട് ചെയ്യാം. അപ്പോൾ ദേ 2 പ്ലാന്റും നമ്മളിവിടെ വിജയകരമായി പോട്ടിങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായല്ലോ. ഇതൊരെണ്ണം കൊടുക്കാൻ വെച്ചിരുന്നൊരു പ്ലാന്റിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തതാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. അല്ലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവർ ഉള്ളത് അത് പോട്ട് ചെയ്താൽ സ്പൈക്ക് ഉള്ളത് ചെയ്യാന്നൊരു സംശയം അത് ആർക്കാണെങ്കിലും ഉണ്ടാകും. അപ്പം അതാണ് 2 പ്ലാന്റും ഞാൻ നിങ്ങളെ ഇങ്ങനെ പോട്ട് ചെയ്ത് കാണിച്ചത്. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ രീതി ഫോളോ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടമായി പോയാൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. പിന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ സെയിലിനോട് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി കുറച്ച് പ്ലാന്റുകളുണ്ട്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആദ്യം വരുന്ന കുറച്ച് പേർക്ക് തരാനുള്ളതേ കാണുകയുള്ളൂ കേട്ടോ. ഇനി ഒത്തിരി പ്ലാന്റ് ഇല്ല. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ കുറച്ച് പ്ലാന്റുകളെ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റും ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മളുടെ ഈ ചാനൽ കാണുന്നവർ, ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അപ്പോൾ വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയുമായി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുന്നു.